ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡുകളിൽ എടുത്ത കുഴികൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്യാപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വടകരയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു. ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്തിലെ വിവിധ റോഡുകളിൽ എടുത്ത കുഴികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും മൂടാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. റോഡുകൾ പൂർണ്ണമായും തകർന്ന് ഗതാഗതം അസാധ്യമായതോടെയാണ് ജല അതോറിറ്റി ഓഫീസ് ഉപരോധിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഫീസ് ഉപരോധ സമരത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാകരൻ മാസ്റ്റർ നിർവഹിച്ചു. 2022-23 വർഷത്താണ് ജലജീവൻ മിഷൻ നമ്മുടെ പഞ്ചായത്ത് നടപ്പിലായത്. 2024 പൂർത്തിയാകുമ്പോഴേക്കും ഈ പ്രവർത്തനം പൂർത്തിയാകുമെന്നും തകർത്തിട്ട റോഡുകളെല്ലാം പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു എഗ്രിമെൻറ്റ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പുകൾ പലത് കഴിഞ്ഞു, ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി വന്നു. പുതിയ ഭരണസമിതി വന്നതിന് ശേഷവും നിരന്തരമായി കരാറെടുത്ത കരാറുകാരോടും ഇതിൻ്റെ ഏജൻസിയായി ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വാട്ടർ അതോറിറ്റി ഓഫീസുമായും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പല തവണ ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഞങ്ങളെ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഇതുപോലെ ഭരണസമിതി അംഗങ്ങളും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും കണ്ടിട്ടുണ്ട്. 5-8 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ ഈ വിഷയവുമായി ഈ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിരവധി തവണ ഞങ്ങൾ ഈ ഓഫീസുമായി ഫോൺ മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ കിട്ടുന്ന മറുപടി ഇതാ നടക്കുന്നുണ്ട് എന്നാണ്. കിലോമീറ്ററുകളോളം. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ CK ഗീത അധ്യക്ഷത വഹിച്ചു. പുത്തലത്ത് ഇബ്രാഹിം സ്വാഗതം ആശംസിച്ചു. K ദിനേശൻ, അമർനാഥ്, നവാസ് കോറോത്ത്, ഷറഫുദ്ദീൻ കൈതയിൽ, റിഷാദ് വടക്കയിൽ, അപർണ AE, സിന്ധു കളിച്ചാട്ട്, ബദരിയ കുന്നുമ്പൽ, സെറീന കേളോത്ത്, മകന്യ വരപ്രത്ത്, രാജീവൻ മാസ്റ്റർ PP, നിംഷ, അഷ്റഫ് കോറോത്ത്, സുനിത കുറ്റിപ്പുനത്തിൽ, OP രാജൻ, ഷീജ അരിമിത്തൽ, വിജിഷ തുടങ്ങിയ ജനപ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു.